യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരാൾ അധികാരത്തിൽ എത്തിയാൽ സ്ഥിരമായി ഭയപ്പാടിലായിരിക്കും അയാളുടെ ജീവിതം. അതിൻ്റെ വ്യക്തമായ തെളിവാണ് നരേന്ദ്രമോദി. സ്വന്തമായി യാതൊരു വ്യക്തിത്വവും ഇല്ലാത്തതിനാലും യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തതിനാലും കഴിവ് എന്ന് പറയുന്നത് ഏഴയലത്തുകൂടി പോകാത്തതിനാലും താൻ വലിയവനാണ് എന്ന് കാണിക്കുന്നതിനു വേണ്ടി സോഷ്യൽ മീഡിയ റീലുകൾ ഉണ്ടാക്കുകയും മീഡിയകളെ വിലക്കെടുത്ത് തൻ്റെ അപദാനങ്ങൾ വാഴ്ത്തി പാടിക്കുകയുമാണ് മോദി ചെയ്യുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ മീറ്റിംഗിൽ നരേന്ദ്രമോദി എന്ന ഊതി വീർപ്പിച്ച ബലൂണിന്റെ യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഇവിടെ മോദിയുടെ തനിക്കൊണം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിശദമായി കാണാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൻ്റെ ഈ പ്രസംഗത്തിലാണ് രാഹുൽ ഗാന്ധി ഓം ബിർളയുടെ യാഥാർത്ഥ്യം തുറന്നു കാണിച്ചുകൊണ്ട് സംസാരിച്ചത്. അതേ പ്രസംഗത്തിൽ തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ കേട്ടുകൊള്ളൂ. अब मामला बड़ा आसान हो गया है. मामला क्यों आसान हुआ? क्योंकि उनका जो आदमी है वो कॉम्प्रोमाइज है, उसको पकड़ लिया हमने. मैं आपको बता रहा हूं, मैं आपको स्टेज से कह रहा हूं, साइकोलॉजिकली नरेंद्र मोदी खत्म है. ഇപ്പോൾ കാര്യം വളരെ എളുപ്പമായിരിക്കുകയാണ്. കാര്യം എളുപ്പമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയാളുടെ ആൾ കോംപ്രമൈസ്ഡ് ആണ് എന്നതിനാലാണ്. അത് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുകയാണ്, സൈക്കോളജിക്കലി നരേന്ദ്രമോദി ഫിനിഷ്ഡായി, അല്ലെങ്കിൽ തീർന്നിരിക്കുകയാണ്. राजनीति में हार पहले हो जाती है. हार पहले यहां होती है, मन में यहां पे हार हो जाती है, उसके बाद होना ही होना है. और आप ये सोच समझिए कि कांग्रेस पार्टी के जो कार्यकर्ता हैं और जो हमारे दलित भाई हैं, आदिवासी भाई हैं, पिछड़े वर्ग के भाई हैं, जिन्होंने प्रेशर बनाया, उन्होंने नरेंद्र मोदी को खत्म किया है. രാഷ്ട്രീയത്തിൽ ആദ്യം പരാജയമാണ് ഉണ്ടാവുന്നത്. ആദ്യം പരാജയം ഉണ്ടാവുന്നത് തലയിലാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് താൻ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് പരാജയപ്പെട്ട ആൾക്ക് മനസ്സിൽ ബോധ്യമാവും എന്നാണ്. മനസ്സിലും തലയിലും പരാജയപ്പെട്ടു എന്ന ബോധ്യം വരും. അതിനുശേഷം കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായി സംഭവിക്കും. നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊള്ളൂ. കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ, അതുപോലെ നമ്മുടെ ദളിത് സഹോദരങ്ങൾ, ആദിവാസി സഹോദരങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട സഹോദരങ്ങൾ, അവരാണ് സമ്മർദ്ദം ഉണ്ടാക്കിയത്. അവരാണ് നരേന്ദ്രമോദിയെ തീർത്തു കളഞ്ഞത്. अब हमारे सामने बहुत बड़ा मौका है कि हम अब हिंदुस्तान को बदलने की राजनीति करें. सिर्फ इलेक्शन जीतने वाले नहीं, मगर हिंदुस्तान की जो गरीब जनता है, जो दलित हैं, आदिवासी हैं, पिछड़ा वर्ग है, माइनॉरिटी है, गरीब जनरल कास्ट के लोग हैं, उनको हिंदुस्तान में के पावर स्ट्रक्चर में शामिल करने की राजनीति. ഇപ്പോൾ നമ്മുടെ മുന്നിൽ വലിയ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഇനി ഇന്ത്യയെ ചേഞ്ച് ചെയ്യാനുള്ള, ശരിയായ ദിശയിൽ നയിക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തേണ്ടത്. ഇലക്ഷൻ ജയിക്കാനുള്ള മാത്രം രാഷ്ട്രീയ പ്രവർത്തനം അല്ല. എന്നാൽ ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകൾ, ദളിതർ, ആദിവാസികൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ജനറൽ കാറ്റഗറിയിലുള്ള പാവപ്പെട്ടവർ, ഇവരെയൊക്കെ ഇന്ത്യയുടെ അധികാരത്തിന്റെ ഭാഗമാക്കാനുള്ള രാഷ്ട്രീയം. मेरे लिए अंबेडकर जी का संविधान, गांधी जी का संविधान, ये सबसे जरूरी चीज है और इसकी हम मरते दम तक इसकी हम रक्षा करेंगे. എനിക്ക് അംബേദ്കറുടെ ഭരണഘടന, ഗാന്ധിജിയുടെ ഭരണഘടന, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മരിക്കുന്നതുവരെ ഈ ഭരണഘടന നമ്മൾ സംരക്ഷിച്ചു നിർത്തുന്നു. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് ചിന്തിച്ചു നോക്കണം. രാജ്യത്തെ പിന്നോക്കം നിൽക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന, അവർക്ക് അർഹതപ്പെട്ട പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന രാഷ്ട്രീയമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത് എന്ന് വ്യക്തമായി പറയുകയാണ് അദ്ദേഹം. ഒരു രാജ്യം എത്രമാത്രം വളർന്നു എന്നുള്ളതിൻ്റെ അളവുകോൽ രാജ്യത്തെ ദുരിതമനുഭവിക്കുന്ന, പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരായ ജനങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ഉയർച്ചയുണ്ടായി എന്നുള്ളതാണ്. പണക്കാരൻ എത്രമാത്രം കൂടുതൽ പണക്കാരനായി, അദാനി എത്ര ഇരട്ടി പണക്കാരനായി, അംബാനി എത്ര ഇരട്ടി പണക്കാരനായി എന്നുള്ളതല്ല രാജ്യത്തിൻ്റെ വളർച്ചയുടെ ഗതി വ്യക്തമാക്കുന്ന കാര്യം. നരേന്ദ്രമോദിയുടെ കീഴിൽ
അദാനിയുടെ വളർച്ച എത്ര അമ്പരപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മോദി അധികാരത്തിൽ വരുമ്പോൾ വെറും 7 ബില്യൺ മാത്രമായിരുന്നു അദാനി കമ്പനികളുടെ സംയുക്തമായ മാർക്കറ്റ് ക്യാപ്പ്. എന്നാൽ മോദിയുടെ ഭരണം 11 വർഷം പിന്നിട്ടപ്പോഴേക്കും 40 ഇരട്ടിയിൽ അധികമായിട്ടാണ് അദാനി കമ്പനികൾ കുതിച്ചു വളർന്നത്. എന്നാൽ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് മോദിയുടെ 11 വർഷത്തെ ഭരണത്തിൽ ഉണ്ടായിരിക്കുന്നത്? ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ജീവിതം കൂടുതൽ ദുരിതമാവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം മോദി സൈക്കോളജിക്കലി തീർന്നിരിക്കുകയാണ് എന്നുള്ളത് പരിപൂർണമായി ശരിയാണ്. മോദി ഇപ്പോൾ, അതും രാജ്യം ഇത്ര വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സന്ദർഭത്തിൽ പോലും പാർലമെന്റിൽ കാലെടുത്ത് കുത്തുന്നില്ല. അയാൾക്ക് രാജ്യത്തിന്റെ കാര്യത്തിൽ, രാജ്യത്തെ ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല, യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. ആകെ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ തോറും നടന്ന് വിഡ്ഢിത്തം പറഞ്ഞ് ഭൂലോക മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് നാടകം കളിക്കുക മാത്രമാണ്. ഇത്തരത്തിൽ ഒരാളെ നമ്മളാരും നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ഓർക്കണം. ഇന്ത്യയുടെ മുൻകാല പ്രധാനമന്ത്രിമാരൊക്കെ രാജ്യത്തിന്റെ പുരോഗതിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ നരേന്ദ്രമോദിയുടെ ഏക ശ്രദ്ധ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തുക, വിഡ്ഢിത്തം പറഞ്ഞ് മന്ദഭക്തരെ കോൾമേർ കൊള്ളിക്കുക എന്നുള്ളത് മാത്രമായി തീർന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ അയാൾക്ക് വലിയ ഭയമാണ്. അതിനാലാണ് പാർലമെന്റിൽ കാലെടുത്ത് കുത്താത്തത്. ഇന്ത്യൻ ജനതയെ നരേന്ദ്രമോദിക്ക് വലിയ ഭയമാണ്. അതിനാലാണ് ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും കരുതലും അയാൾ കാണിക്കാതിരിക്കുന്നത്. വേറെ ഏതെങ്കിലും രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഇത്ര വലിയ ദുരിതം നേരിടുന്ന, പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ ഇതുപോലെ കോമാളി കളിക്കാനുള്ള ധൈര്യം കാണിക്കുമോ? നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ അയാളെപ്പോലെ തന്നെ വെറും കോമാളികളാണ്, 5 പൈസയുടെ വിവരമില്ലാത്തവരാണ് എന്ന് മോദിക്കറിയാം. അതിനാൽ അവരുടെ കാര്യത്തിൽ, ജനങ്ങളുടെ കാര്യത്തിൽ മോദി ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്നും സംസാരിച്ചില്ലെങ്കിലും അവരിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അവരുടെ പിന്തുണയിൽ ഒരു കുറവും ഉണ്ടാകില്ല എന്ന് മോദിക്കറിയാം. LPG സിലിണ്ടറിന്റെ ക്ഷാമം കാരണം വളരെയേറെ ആളുകൾ ഭക്ഷണം പാകം ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും ആളുകൾ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങൾ. അതിലും വലിയ പ്രതിസന്ധിയാണ് കൊമേഴ്ഷ്യൽ ഗ്യാസ് സിലിണ്ടറുകളുടെ കാര്യത്തിൽ. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോലും പ്രസാദം ഉണ്ടാക്കുന്നത് പോലും ഗ്യാസ് ഇല്ലാത്തതിനാൽ നിർത്തിവച്ചിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 70% വർധനവാണ് 2 ആഴ്ച കൊണ്ട് മാത്രമായി ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം എന്തുകൊണ്ടാണ് രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കാത്തത് എന്ന്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ: 5 സംസ്ഥാനങ്ങളിൽ ഉടനെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. നിലവിൽ ജനങ്ങൾക്ക് വിൽക്കുന്ന പെട്രോളും ഡീസലും എല്ലാം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് വന്ന കുറഞ്ഞ വിലയ്ക്ക് വന്ന ക്രൂഡ് ഓയിലിൽ നിന്ന് ഉണ്ടാക്കിയതും ആണ് എന്നുള്ളതും വാസ്തവമാണ്. അങ്ങനെയാണെങ്കിൽ പോലും ജനങ്ങളെ പിഴിയാനുള്ള ഒരു അവസരവും മോദി സർക്കാർ വേണ്ടെന്ന് വെക്കുന്നതല്ല. സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നെങ്കിൽ മോദി സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഗ്യാസ് സിലിണ്ടറിന്റെ വില 65 രൂപ വർദ്ധിപ്പിച്ച കാര്യം നമുക്കറിയാം. കുറഞ്ഞ വിലയ്ക്ക് നേരത്തെ വാങ്ങിയ ഗ്യാസിന്റെ വിലയാണ് സാധാരണക്കാരിൽ ദുരിതമേൽപ്പിച്ചുകൊണ്ട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വർദ്ധിപ്പിച്ചത്. നരേന്ദ്രമോദി സൈക്കോളജിക്കലി അവസാനിച്ചിരിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?